ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത് ആ ജോബ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് സിലബസിന്റെ ഒരു ഓവർവ്യൂവും കൂടെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്നിരുന്നു അല്ലെ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനെയായിരിക്കും അതിന്റെ ആ ഒരു സിലബസ് ഇനി ഉണ്ടാവുക. നമുക്ക് സിലബസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാടധികം സമയം കാണത്തില്ലല്ലോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ആന്റിസിപ്പേറ്റഡ് സിലബസ് ഉണ്ടെങ്കിൽ നേരത്തെ ക്ലാസ് തുടങ്ങാം എന്ന് കുറച്ച് സ്റ്റുഡൻസ് സജസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ആന്റിസിപ്പേറ്റഡ് സിലബസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈ ഒരു സ്ക്രീൻ നിങ്ങളെ കാണിച്ചിരുന്നു. അതായത് ഇതാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സിലബസ്. ഓക്കെ, അപ്പൊ ഇത് 2018 നടന്ന ആ ഒരു പരീക്ഷയ്ക്ക് ഈ സിലബസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ സിലബസിൽ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്, 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക ടോപ്പിക്സിനെ, സബ്ജക്ട്സിനെ. ആദ്യത്തെ പാർട്ട് 1 ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് ആൻഡ് റെനസൻസ് ഇൻ കേരള. അപ്പൊ ഇത് ചിലപ്പോ ഇൻക്ലൂഡഡ് ആയി വരാം, ചിലപ്പോ അത് ഇൻക്ലൂഡഡ് ആകില്ല. പക്ഷെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ആയതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ആകാനാണ് സാധ്യത കൂടുതൽ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സോഷ്യൽ വർക്ക്, PG ലെവലാണ്. ഓക്കെ, അപ്പം PG ലെവൽ എന്ന് സ്പെസിഫിക്കലി പറയുമ്പോഴത്തേക്ക് ആ ഒരു MSW ചെയ്യുന്ന അതിൽ നിന്നായിരിക്കും റെലവൻസ് ഇവിടെ കൂടുതൽ വരിക ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. ഇനി പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സോഷ്യോളജി, അതും PG ലെവൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ സോഷ്യോളജി PG ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണല്ലോ. ആൻഡ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ലേബർ ലോസ്. അപ്പൊ ലേബർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടില് പ്രാബല്യത്തിലുള്ള എല്ലാ ലേബർ ലോസും നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ചിലപ്പം സിലബസ് വരുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലേബർ ലോസ് അതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് അധികം എന്താ പറയേണ്ടത്, ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണല്ലോ ഈ ഒരു ജോബിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി വരിക. കാരണം ഇത് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് ഈ ഒരു എന്താ പറയേണ്ടത് പൊസിഷൻ ഇപ്പോഴും വിളിച്ചിട്ടുള്ളത്. റൈറ്റ്, അപ്പൊ ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു സിലബസിൽ എന്തൊക്കെയായിരിക്കും ടോപ്പിക്സ് വരിക എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ്, റെനസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് യൂഷ്വലി നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്തൊക്കെയാണോ അതിനകത്ത് ചോദിക്കുക ആ ടോപ്പിക്സ് എല്ലാം അതേപോലെ നമ്മൾ ഇവിടെയും കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി നമ്മൾ നോക്കണം, ഗവർണൻസ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യൻ എക്കോണമി, പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയറമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസർവേഷൻ എഫേർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം അതിൽ എവറിഡേ ആപ്ലിക്കേഷൻസ്, റീസെന്റ് ഡെവലപ്മെന്റ്സ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ്, അത് കഴിഞ്ഞ ഒരു 12 മുതൽ 18 മാസം വരെ ഉള്ളത് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ കേരള സ്പെസിഫിക് ആയിട്ടുള്ള പോളിസി, സ്കീംസ്, അവാർഡ്സ്, പ്രോജക്ട്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കേരള റെനസൻസ്. അതും നമ്മൾ അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം ഈ റെനസൻസിൽ വരുന്ന ടോപ്പിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ട്രഗിൾസ്, അതിനകത്ത് വൈക്കം സത്യാഗ്രഹമൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാ. ഒരുപാട് എക്സാംസിൽ അതിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് കാണാം അല്ലെ. പിന്നെ റോൾ ഓഫ് പ്രിന്റ് മീഡിയ ആൻഡ് ലിറ്ററേച്ചർ, പിന്നെ വിമൻ ആൻഡ് റിഫോം. അപ്പൊ കീ വിമൻ ലീഡേഴ്സ്, സോഷ്യൽ ചേഞ്ചസ്, അതുമൊക്കെ നമ്മൾ ഈ റെനസൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത് നോക്ക്, ഇതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിലബസ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ആക്ച്വൽ സിലബസ് വരുമ്പം ഈ ടോപ്പിക്സ് അതിലുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുന്നതായിട്ടും നമുക്ക് ചിലപ്പം കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്തുകൊണ്ടും നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതും കൂടെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് ആണ് രണ്ടാമത്തെ പാർട്ടിൽ വരിക. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ആന്റിസിപ്പേഷൻ കൊടുക്കാം, കാരണം ഇനി നമുക്ക് പാർട്ട് 3ഉം 4ഉം കൂടെ ഉള്ളതുകൊണ്ട് ഈ രണ്ടാമത്തെ പാർട്ടിന് ഒരു 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത്, എല്ലാ പാർട്സിനും അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സിനും ചിലപ്പം ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനും മാർക്കിൽ വരാം.
പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിന് വലിയ പ്രാധാന്യം ഇപ്പോൾ ഈ ഒരു നിലയിൽ കൊടുക്കണ്ട. ഇവിടെ നമ്മൾ ടോപ്പിക്സിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോ ഇവിടെ ഒരു 4 മോഡ്യൂൾസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ക്വിക്കായിട്ടൊന്ന് പറയാം. നമ്മൾ ഒന്ന് സോഷ്യൽ വർക്കിന്റെ ഫിലോസഫി ആൻഡ് എവല്യൂഷൻ, ഇത് നമ്മൾ അതിന്റെ ബേസിക്സ് ആണ്, അത് നോക്കണം. അപ്പൊ അതിൽ ഹിസ്റ്ററി, ഫിലോസഫി, പ്രിൻസിപ്പിൾസ്, ഗോൾസ്, വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക്, അത് ഒക്കെ സോഷ്യൽ വർക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് ഒക്കെ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഫീൽഡ്സ് ആൻഡ് സോഷ്യൽ വർക്ക് മെത്തേഡ്സ്, അപ്പൊ അതായത് കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നോക്കണം. പിന്നെ പ്രൊഫഷണൽ ഐഡന്റിറ്റി, എത്തിക്സ്, ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ എന്തായിരുന്നാലും ലെസൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ചേർത്ത് തന്നെയായിരിക്കും ലെസൺ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി രണ്ടാമത്തെ മോഡ്യൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെത്തേഡ്സ് ആൻഡ് ഫീൽഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു മോഡ്യൂൾ നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കേസ് വർക്കിന്റെ സ്പെസിഫിക്കലി അതിന്റെ പ്രോസസ് എന്താണ്, മോഡൽസ് എന്താണ്, ടെക്നിക്സ് എന്താണ്, ആൻഡ് കേസ് വർക്കിന്റെ റെക്കോർഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഗ്രൂപ്പ് വർക്കിന്റെ അതിന്റെ എന്താണ് സ്റ്റേജസ്, എന്താണ് സ്കിൽസ്, ഗ്രൂപ്പ് ഡൈനമിക്സ് എന്താണ്, ആൻഡ് അതിന്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പല മോഡൽസ് ഉണ്ട്, സ്ട്രാറ്റജീസ് എന്താണ്, സോഷ്യൽ ആക്ഷൻ അതിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ഒന്ന് നോക്കിയിരിക്കും. അപ്പൊ മിനിമം ഇത്രയെങ്കിലും ഈ മെത്തേഡ്സും സോഷ്യൽ വർക്കിന്റെ ഡിഫറെന്റ് ഫീൽഡ്സ് എന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മോഡ്യൂൾ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിസർച്ച്. ഉറപ്പായിട്ടും ഈ ടോപ്പിക്സ് ഇതിനകത്ത് വരാൻ ഉള്ള 100% സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഡയറക്ട്ലി ഈ ജോബുമായിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, CSWB, SSWB അതിന്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇത് ആ ഒരു സോഷ്യൽ വർക്കിന്റെ സെൻട്രൽ സ്ഥാപനമാണ്, ഇത് അതിന്റെ സ്റ്റേറ്റ് സ്ഥാപനമാണ്. ഇനി മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻസ്. അപ്പൊ ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻസ്, NGO പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതിൽ മാനേജ്മെന്റ് എങ്ങനെയാണ്. ഇനി റിസർച്ചിന്റെ കാര്യത്തിൽ റിസർച്ച് ഡിസൈൻസ്, ടൂൾസ്, ഡേറ്റ കളക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, റിപ്പോർട്ട് റൈറ്റിംഗ്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഫിലോസഫീസ് വരുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട ഐഡിയാസും നമ്മൾ ലെസൺസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കവർ ചെയ്ത് തന്നെയായിരിക്കും പോവുക. ഇനി ഇതിന്റെ തന്നെ ഒരു 4ാമത്തെ ഒരു മോഡ്യൂൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് കൗൺസിലിംഗ് ആൻഡ് പ്രാക്ടീസ് ആണ്. ഓക്കെ, അപ്പൊ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കൗൺസിലിംഗ് ഇത് വരാതിരിക്കാം, പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇതിന്റെ പിന്നാലെ കിടന്ന് ഓടേണ്ടതായിട്ട് വരില്ല. ഇനി കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് കൗൺസിലിംഗിന്റെ പ്രോസസ്, പിന്നെ സോഷ്യൽ വർക്ക് ഹെൽത്ത്, സോഷ്യൽ വർക്ക് ഇൻ ഹെൽത്ത്, കറക്ഷണൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് വെൽഫെയർ സെറ്റിംഗ്സ്. ഇത് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ വർക്ക് ഇതിന്റെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഡയറക്ട്ലി ജോബുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്കിത് 100% എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നിഗമനം. ഇനി രണ്ടാമത്തെ പാർട്ട് സോഷ്യോളജി. അവിടെ നമുക്കൊരു 25 മാർക്സ് എക്സ്പെക്ട് ചെയ്ത് വെക്കാം എന്ന് വിചാരിക്കാം. അപ്പൊ ഇപ്പൊ എത്ര മാർക്കായി? 20, 25, 25. അപ്പൊ മൊത്തം 70 മാർക്കിന്റെ. ഇനി നമുക്ക് 30 മാർക്കാണ് ബാക്കി നിൽക്കുന്നത്. ഈ 30 മാർക്ക് ആ പാർട്ട് 4ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ എക്സാം നമ്മൾ നോക്കിയിരുന്നാലും നല്ല ഒരു വെയിറ്റേജ് കഴിഞ്ഞ എക്സാമില് ആ ഒരു എന്താ പറയേണ്ടത് 4th പാർട്ടിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും 4th പാർട്ട് ആ ലോ സെക്ഷൻസിന് കുറച്ചും കൂടെ കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നത് നന്നായി. അപ്പൊ സോഷ്യോളജി നമ്മൾ എന്തായിരുന്നാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം സൊസൈറ്റി, കമ്മ്യൂണിറ്റി, കൾച്ചർ, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് പ്രോസസ്സസ്, പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മാരേജ്, ഫാമിലി, റിലിജൻ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ഇത് തന്നെയാണല്ലോ. സോഷ്യലൈസേഷൻ, സ്റ്റാറ്റസ് എന്താണ്, റോൾസ് എന്താണ്, നോംസ് എന്താണ്, വാല്യൂസ്, ഇതും ഒക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ ആ ഒരു ബേസിക്സ് എന്ന നിലയിൽ. ഇനി രണ്ടാമതൊരു മോഡ്യൂൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് സോഷ്യൽ ചേഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ആണ്. അപ്പൊ അതിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതിനകത്ത് കാസ്റ്റിന്റെ ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെ വരുന്നത്, ക്ലാസ്, ജെൻഡർ, പവർ, പിന്നെ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഡീവിയൻസ്, പിന്നെ പ്രോസസ്സസ് ഓഫ് ചേഞ്ച്,
ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു പ്രോസസ്സാണ്, urbanization, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ പ്രോസസ്സസ് ഓഫ് ചേഞ്ച് ആണ്. അപ്പൊ ഇതോടൊപ്പം ഇതിന്റെ എന്താ പറയേണ്ടത്, അനുബന്ധമായ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റ് പ്രോസസ്സസും നമ്മൾ ആക്ച്വൽ ലെസൺസിൽ കവർ ചെയ്ത് തന്നെയായിരിക്കും പോവുക. ഇനി നമുക്ക് അടുത്ത മോഡ്യൂൾ നോക്കാം. ഇപ്പം സോഷ്യോളജിയുടെ മൂന്നാമത്തെ ഒരു മോഡ്യൂൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോഷ്യൽ റിസർച്ച് ആൻഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഇത് സോഷ്യോളജിയിൽ അതിന്റെ റിസർച്ച് മെത്തഡോളജി, ടൂൾസ്, സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ്, എത്തിക്സ്, അതെല്ലാം നമുക്ക് നോക്കണം. പിന്നെ ഡേറ്റ അനാലിസിസ്, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം എങ്ങനെയാണ് നമുക്ക് റിസർച്ചിൽ കൊണ്ടുവരാനായിട്ട് കഴിയുക, ആൻഡ് റിപ്പോർട്ട്സ് എങ്ങനെയാണ്. അപ്പം മിനിമം ഇത്രയെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ തന്നെ വരികയും ചെയ്യാം. ഇനി നാലാമത്തെ മോഡ്യൂൾ നമ്മൾ ഇതിനകത്തൊരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് പ്രോബ്ലംസ് ആണ്. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പോവർട്ടി ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഇനീക്വാളിറ്റീസ് ഉണ്ട്, കറപ്ഷൻ ഉണ്ട്, അതേപോലെ സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ, കമ്മ്യൂണലിസം, സബ്സ്റ്റൻസ് അബ്യൂസ്, ഓക്കെ, പിന്നെ സോഷ്യൽ പോളിസി ആൻഡ് പ്രോഗ്രാംസ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. സോഷ്യോളജി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എന്തായിരുന്നാലും ഒരു 50% ചാൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ബട്ട് ഈ സ്പെസിഫിക്കലി ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും ടോപ്പിക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെ വരുന്നത്. പാർട്ട് 4 30 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മൾ ചോദ്യങ്ങൾ എണ്ണിപ്പറക്കി നോക്കിയിരുന്നാലും ശരി തന്നെ നമുക്ക് ഈ ലേബർ ലോസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജനറൽ നോളജിന്റെ ഭാഗത്തും ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റീസെന്റ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ പ്രധാനപ്പെട്ട ലേബർ ലെജിസ്ലേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിലുണ്ട്, ഫാക്ടറീസ് ആക്ട് ഉണ്ട്, മിനിമം വേജസ് ആക്ട്, എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ്, ബോണസ്, ഗ്രാറ്റുവിറ്റി ആക്ട്സ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. എന്തായിരുന്നാലും അതും എന്താ പറയേണ്ടത് ഈ ഉദ്യോഗസ്ഥന്റെ ആ ഒരു മേൽനോട്ടത്തിൽ വരും. ട്രേഡ് യൂണിയൻ ആക്ട് 1926. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മെയിൻ ലേബർ ലെജിസ്ലേഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇനി അടുത്ത ഒരു മോഡ്യൂളിൽ നമ്മൾ നോക്കേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയറിനെ ബേസ് ചെയ്തുള്ള ലെജിസ്ലേഷൻ ആണ്. അതിൽ ESI ആക്ട് ഉണ്ട്, EPF ആൻഡ് MP ആക്ട് ഉണ്ട്, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് അവിടെ വരും. പിന്നെ വെൽഫെയർ ഫണ്ട് ബോർഡ്സ് ഇൻ കേരള, അത് തന്നെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വെൽഫെയർ ഫണ്ട് ബോർഡ് അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി മറ്റൊരു സെറ്റ് ഓഫ് ലോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ ലോസും അതിൽ വന്നിട്ടുള്ള റിഫോംസും കറണ്ട് ഇഷ്യൂസും, കോൺടെമ്പററി ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് ഇഷ്യൂസ് ആണ്. അപ്പൊ ലേബർ കോഡ്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പുതിയ ലേബർ കോഡ്സ് നമുക്കുണ്ട്. അപ്പോൾ ലേബർ കോഡ്സ് അതിനകത്ത് വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, സോഷ്യൽ സെക്യൂരിറ്റി, OSH ഒക്കെ തുടങ്ങിയത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇമ്പാക്ട്സ് ഓഫ് റിഫോംസ് ഓൺ വർക്കേഴ്സ്, പിന്നെ യൂണിയൻസ് ആൻഡ് ഇൻഡസ്ട്രീസ്, റോൾ ഓഫ് ലേബർ കോഡ്സ് ആൻഡ് ട്രൈബ്യൂണൽസ്. അപ്പൊ ലേബർ കോടതി, ട്രൈബ്യൂണൽ, അതുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാ. അപ്പം ബേസിക്കലി നമ്മൾ ഒന്ന് ടച്ച് അപ്പോൺ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് പിന്നെ പറയേണ്ടത് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ആൻഡ് സ്പെസിഫിക്കലി നമുക്ക് ഒരു കേരളത്തിന്റെ ഫോക്കസും കൂടെ നമ്മളവിടെ കൊടുക്കണം, ലേബർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോ ഇത്രയാണ് ആ ഒരു എന്താ പറയേണ്ടത് ഒരു ബ്രോഡ് ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആദ്യത്തെ ഒരു മോഡ്യൂൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ പറയാത്ത കുറെ അധികം നിയമങ്ങളും ഉണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന തന്നെ ലോസ് ആണ്. ആ നിയമങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അല്ലെ. മെറ്റേണിറ്റി ബെനിഫിറ്റിന്റെ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട് 2017. അപ്പോൾ നമ്മൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കണ്ട് 1961 വന്നിട്ടുള്ളത്. 2017 അതിന്റെ അമെൻമെന്റ് വന്നിട്ടുണ്ട്. സോ ആ അമെൻഡ് ചെയ്തതിലേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ, അത് പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. ഓക്കെ, അപ്പൊ അത് 1986 വന്നിട്ടുള്ളത്. അത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അതും നമ്മൾ കവർ ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ കോൺട്രാക്ട് ലേബർ ആക്ട്, ഓക്കെ, അപ്പൊ അതും ഒരു റിലേറ്റഡ് ആക്ട് ആണ്. മിനിമം വേജസ് ആക്ട്, ഓക്കെ, അത് ഓൾറെഡി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961, ഇതൊക്കെ എന്താ പറയേണ്ടത് അതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ.
ഇനി പേയ്മെന്റ് ഓഫ് ബോണസിനെ അതിന്റെ ആക്ട് എങ്ങനെയാണ്, പിന്നെ പറയേണ്ടത് കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉണ്ട് 1947 കേരളം അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ നോക്കണം. പിന്നെ എന്താ പറയേണ്ടത്, ട്രേഡ് യൂണിയൻ ആക്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, അത് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് തുടങ്ങുന്നത് ബേസിക്കലി ഈ ഒരു പാർട്ട് 4 നിന്ന് നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് 4 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം റെഗുലേഷൻസും ലോസും നമുക്കിതിൽ നോക്കാനുണ്ട് എന്ന് മാത്രവുമല്ല, ആ ഒരു LLB ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല നിങ്ങൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ നിയമങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ വർക്കും സോഷ്യോളജിയും നിങ്ങൾ ഓൾറെഡി എന്താ പറയേണ്ടത് ആ ഒരു സബ്ജക്ട് കുറെ അധികം പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് ഇത് നമുക്ക് ആക്ച്വൽ സിലബസ് വരുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്സ് ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തു മാറ്റാം. ബേസിക്കലി ഇവിടെ ഞാൻ ചെയ്യുന്നത് ആ ഒരു എന്താ പറയേണ്ടത് ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലോസും ഇൻക്ലൂഡ് ചെയ്യാനാണ് തീരുമാനം. അപ്പൊ അതിൽ സ്പെസിഫിക്കലി ഏതെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് സിലബസ് വരുന്ന സമയത്ത് അത് നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ആഡ് ചെയ്യേണ്ട വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി അതെല്ലാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, എൻ്റെ നമ്പറാണ്, ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദ ഏർലിയർ ദ ബെറ്റർ. എത്രയും പെട്ടെന്ന് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമോ അത്രയും നല്ലത്. ഇവിടെ വേക്കൻസീസ് 2 സ്പെസിഫിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആന്റിസിപ്പേറ്റഡ് അല്ല. ആൻഡ് വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. ആൻഡ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. ആൻഡ് സാലറി 1,05,000 വരെ പോകുന്ന ഒരു ഹൈ പെയ്ഡ് പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് 41 വയസ്സ് വരെ നമുക്കിതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നിലവിൽ നിങ്ങൾ ആ ഒരു ഏജ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗോ ഹെഡ്, ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക. കാരണം ആ ഒരു അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ജോബിന്റെ പ്രോസസ്സ് ശരിക്കും അവിടെ സ്റ്റാർട്ട് ആകുന്നത്. നമ്മളെല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതിന് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് എന്താ പറയേണ്ടത്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഒരുപാടുണ്ട് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് പഠിക്കാനായിട്ട്. So thank you very much once again, and you have an excellent day ahead.